ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. വിഷ്ണു ചേരുന്നു. വിഷ്ണു, ജാർഖണ്ഡ് അഴിമതി കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പേര് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവായിരുന്നു അദ്ദേഹം. അന്തരിച്ചിരിക്കുന്നു. വിവരങ്ങൾ. ഷമി, തീർച്ചയായിട്ടും അല്പം മുന്നെയാണ് ഷിബു സോറൻ അന്തരിച്ചു എന്ന വാർത്ത, അതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. 8:59 കൂടിയായിരുന്നു ഷിബു സോറൻ്റെ ഒരു അന്ത്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഷിബു സോറൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഷിബു സോറൻ എന്ന് പറയുന്ന പേര് നമുക്കൊക്കെ തന്നെ വളരെ സുപരിചിതമാണ്. കാരണം പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ഷിബു സോറൻ. JMMൻ്റെ ഒരു സ്ഥാപക നേതാവ്, JMM എന്ന പാർട്ടി സ്ഥാപിച്ച അതിൻ്റെ സ്ഥാപക നേതാവാണ് ഷിബു സോറൻ. 3 തവണ ഇത്തരത്തിൽ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഷിബു സോറൻ. അതോടൊപ്പം തന്നെ ദുംക മണ്ഡലത്തിൽ നിന്നാണ് ഷിബു സോറൻ നിരവധി തവണ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. ഈ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമായിട്ടും എല്ലാം തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2020 ഈ ഷിബു സോറൻ രാജ്യസഭാ അംഗമായിട്ട് ഇത്തരത്തിൽ രാജ്യസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. നിരവധി തവണ ഇത്തരത്തിൽ ദുംക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ്. 1980, 89, 91, 96, 96, 2002, 2004 ഈ ഇത്തരത്തിൽ 6 തവണയാണ് ലോക്സഭ അംഗമാകുന്നത്. അത് ഈ ദുംക മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭ അംഗമായി ഷിബു സോറൻ എത്തുന്നത്. കേന്ദ്രമന്ത്രിയായും ഷിബു സോറൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൽക്കരി വകുപ്പാണ് ഷിബു സോറൻ കേന്ദ്ര മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഷിബു സോറൻ ജാർഖണ്ഡിൽ ഉണ്ടാക്കിയ അവിടെ ജാർഖണ്ഡിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലടക്കം ഷിബു സോറൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനമുണ്ട്. അത് ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിലേക്കൊക്കെ തന്നെ പോയത് അത്തരത്തിൽ ഒരു സ്വാധീനം തന്നെയാണ്. പ്രത്യേകിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. ആദിവാസി ഈ വിഭാഗങ്ങൾ നിരവധി ഉള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെയാണ് ഷിബു സോറൻ JMM എന്ന പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും 3 തവണ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്തത്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് പല അഴിമതി കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജാർഖണ്ഡിലെ അഴിമതി കേസുകൾ ഷിബു സോറൻ അതിൽ അഴിമതി കേസിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അതിനെ തുടർന്ന് വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ BJPക്കെതിരായിട്ടുള്ള BJP സർക്കാർ വേട്ടയാടുന്നു എന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇത്തരത്തിൽ ഷിബു സോറൻ ആദ്യമായി പരാജയപ്പെടുന്നത് 2019 അതും ഷിബു സോറന് ഏറ്റവും സ്വാധീനമുള്ള ദുംക മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2020 ഷിബു സോറൻ ഇത്തരത്തിൽ രാജ്യസഭ അംഗമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഇതിനു പുറമെ ഷിബു സോറിനെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ചില രാഷ്ട്രീയ കൊലപാതക കേസുകളടക്കം അദ്ദേഹത്തിന് നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ഈ ഷിബു സോറിനും അദ്ദേഹത്തിൻ്റെ അനിയനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അനിയൻ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതും നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും ഷിബു സോറൻ, അതായത് ഒരുപക്ഷെ ആദിവാസി മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവെന്ന് തന്നെ പറയേണ്ടി വരും. ഷിബു സോറൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നു. 81 വയസ്സായിരുന്നു ഷിബു സോറന് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഷമി, ഷിബു സോറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ പ്രസിദ്ധിയേക്കാൾ കുപ്രസിദ്ധിയായിരിക്കും കൂടുതൽ ഈ JMM കൊഴക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പല തവണ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ നിരവധി കൊലപാതക ആരോപണങ്ങൾ. അതുമാത്രവുമല്ല, അവിടുത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ കായികമായ ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് ഈ ഷിബു സോറൻ. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പലതവണ 2004 മുതൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്നുണ്ട്. കോൺഗ്രസുമായി പലതവണ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പിരിഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തെ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എങ്ങനെ വിലയിരുത്താൻ കഴിയും വിഷ്ണു? ഷമി, തീർച്ചയായിട്ടും ഷിബു സോറൻ പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലടക്കം നിരവധി സംഭാവന നൽകിയൊരു നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഷിബു സോറനെ പറയുമ്പോൾ ഈ ഒരു ആദിവാസി മേഖലകളിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയൊരു നേതാവ് തന്നെയാണ് ഷിബു സോറൻ. അതോടൊപ്പം തന്നെയാണ് ഷിബു സോറൻ നേരത്തെ ഷമ്മി സൂചിപ്പിച്ച പോലെ പ്രസിദ്ധിയേക്കാൾ നിരവധി കുപ്രസിദ്ധിക്കും പേര് കേട്ട ഒരു നേതാവാണ് ഷിബു സോറൻ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിനെതിരെ നിരവധി കൊലപാതക ആരോപണങ്ങൾ, രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ആരോപണങ്ങളൊക്കെ തന്നെ നിരവധി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഒരുപക്ഷെ ആദ്യമായി കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഷിബു സോറൻ. അതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിബു സോറനെ എതിരെയുള്ള ഇത്തരം നിരവധി കുപ്രസിദ്ധികളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ആദ്യത്തെ ജാർഖണ്ഡിൽ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയാണ് ഷിബു സോറൻ എന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ ഷിബു സോറൻ്റെ ഒരു ജീവിത രേഖ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിലെ രാംഗഡ് ജില്ലയിലെ ഒരു ആദിവാസി കുടുംബത്തിലാണ് ഷിബു സോറൻ്റെ ജനനം. അന്ന് അവിഭക്ത ബീഹാറായിരുന്നു. അവിടെ രാംഗഡ് ജില്ലയിലെ സന്താൾ ആദിവാസി കുടുംബത്തിലാണ് ഷിബു സോറൻ ജനിക്കുന്നത്. അതിൽ 1944 ജനുവരി 11 ഈ ഷിബു സോറൻ്റെ ജനനം. പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആ സമയത്ത് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഷിബു സോറൻ ഒരു പൊതു രംഗത്തേക്ക് വരുന്നത്. 18ാമത്തെ വയസ്സിൽ ഒരു പൊതു പ്രസ്ഥാനം രൂപീകരിക്കുന്നു. അത് സന്താൾ നവയുക്ത് സംഘ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അത് ആദിവാസി പ്രസ്ഥാനം തന്നെയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സന്താൾ ആദിവാസി വിഭാഗത്തിലാണ് ഷിബു സോറൻ ജനിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് 1962 തൻ്റെ 18ാമത്തെ വയസ്സിലാണ് സന്താൾ നവയുക്ത സംഘ് എന്ന പ്രസ്ഥാനം ഷിബു സോറൻ രൂപീകരിക്കുന്നത്. പിന്നീട് തീവ്ര ഇടതുപക്ഷ നയങ്ങൾ കൂടി ഈ ഇടതുപക്ഷ നയങ്ങൾ പിന്തുടർന്ന ഒരു സംഘടന കൂടിയാണ് സന്താൾ നവയുക്ത സംഘ് എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് കൂടുതൽ രാഷ്ട്രീയ ആദിവാസി മേഖലയിൽ കൂടുതൽ ശക്തമാവുകയും ഈ ഒരു JMM എന്ന് പറയുന്ന സംഘടന അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഷിബു സോറൻ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്യുന്നത്. അത് 72 ഇത്തരത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പുതിയ പാർട്ടി ഷിബു സോറൻ രൂപീകരിക്കുന്നത്. 77 തെരഞ്ഞെടുപ്പിൽ ദുംക മണ്ഡലത്തിൽ ഷിബു സോറൻ മത്സരിക്കുന്നു. പക്ഷേ അന്ന് പരാജയപ്പെടുന്നു. പിന്നീട് ഇങ്ങോട്ട് പരാജയമറിയാതെയാണ് ഷിബു സോറൻ മുന്നോട്ട് പോയത്. അതിൽ 3 തവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. അതിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഷിബു സോറന് പ്രസിദ്ധിയേക്കാൾ കുപ്രസിദ്ധി നേടിയ നേതാവ്. അതുകൊണ്ട് തന്നെയാണ് പല തവണ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആയപ്പോൾ പോലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു. കാരണം ഷിബു സോറിനെതിരെ രാഷ്ട്രീയ കൊലപാതക കേസുകൾ, ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ. തീർച്ചയായും വിഷ്ണു ഒരു ആദിവാസി നേതാവായി ഉയർന്നു വന്ന് നിലനിൽപ്പിനായി ഏതറ്റം വരെയും പോകുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് ഷിബു സോറനിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകമായ ഒരു രാഷ്ട്രീയ മൂല്യമോ ധാർമ്മികതയോ അങ്ങനെയൊന്നുമല്ല, നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം എന്ന് കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു നേതാവാണ്. 82 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹേമന്ത് സോറൻ. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.